ഈ വീഡിയോ ഷോർട്ട് സർക്യൂട്ടിനെ പറ്റിയൊരു ചെറിയൊരു പഠനം നടത്താം എന്ന് കരുതിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളത് ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് രണ്ട് ഡിഫറെൻ്റ് കണ്ടക്റ്റിംഗ് പാതകൾ, അതായത് രണ്ട് വയറുകൾ, അതിൽ കൂടെ രണ്ട് ഫേസ് പോകുന്നു, അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് വയറുകളാണെന്ന് കരുതുക. അതിൽ ഒരെണ്ണത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മനഃപൂർവ്വമോ അതോ അപകടകരമായിട്ടല്ലാതെയോ വരുന്ന ഒരു കണക്ഷൻ, അതിലൂടെ ആ ഒരു പോയിന്റിൽ, ആ കണക്റ്റ് ആവുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വോൾട്ടേജ് സീറോ ആവുകയും കറണ്ട് ഇൻഫിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ആവുക എന്നൊരവസ്ഥയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എത്ര നല്ല ഡിസൈൻ ചെയ്താലും ഷോർട്ട് സർക്യൂട്ട് പോലത്തെ ഇഷ്യൂസ് വരാം. അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ നമ്മൾ ചെറുത്ത് നിൽക്കുക എന്നുള്ളത്, അത് അല്ലെങ്കിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വയ്ക്കുന്നത് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിൻ്റെ അകത്ത് ഒന്ന് വരുന്നത്, നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിലൊരു കറണ്ടിൻ്റെ ഒരു ഫ്ലോ, ആവശ്യമില്ലാത്ത ഭാഗത്തേക്ക് കറണ്ടിൻ്റെ ഒരു ഫ്ലോ വരും. മാത്രമല്ല ആ കറണ്ടിൻ്റെ ഒരു ക്വാണ്ടിറ്റി, അതിൻ്റെ ഒരു ആംബിയർ എന്ന് പറഞ്ഞാൽ വളരെ അധികമായിരിക്കും. അത് എക്യുപ്മെൻറ്റിന് അല്ലെങ്കിൽ എന്ത് വയറാണോ എന്താണോ അതിനെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. അപ്പോൾ പൊതുവെ കേബിൾസിൽ വരാൻ സാധ്യത ഒന്നുമില്ലെങ്കിൽ നമ്മൾ കുഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ കുഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ കേബിളിൻ്റെ ഇൻസുലേഷൻസ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഓവർലോഡിങ്, അത് നമ്മൾ കേബിളിൽ ക്യാരി ചെയ്യാൻ പാകത്തിനേക്കാളും കൂടുതലുള്ള ഒരു കറണ്ട് എടുത്തിട്ട് അത് എടുത്തെടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഹീറ്റായി അങ്ങനെ അതിൻ്റെ ഇൻസുലേഷൻ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ട് ലേ ചെയ്തില്ലെങ്കിലും ഇതേപോലെ നമ്മൾ കുറേ ലൂപ്പ് ചെയ്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയും റെസിസ്റ്റൻസ് കൂടി ഹീറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇംപ്രോപ്പർ ലേയിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിൽ വരുമ്പോഴും, അതായത് നമ്മൾ ഇതിൻ്റെ കണക്ഷൻസൊക്കെ ഫൈനലി ടെർമിനേഷൻ ഒക്കെ ചെയ്യുന്ന അവിടെയൊക്കെ പ്രോപ്പർ ടൈറ്റനിങ് ഒക്കെ ചെയ്യാത്തതും, വളരെ ക്ലോസ് ആയിട്ടൊക്കെ വയ്ക്കുമ്പോൾ രണ്ട് കണ്ടക്ടേഴ്സ്, രണ്ട് ഫേസുകളൊക്കെ തമ്മിലുള്ള ഷോർട്ടിങ് ആവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ റോങ് സെലക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ ചില കേബിളുകൾ അതിൻ്റെ ഉപയോഗമല്ലാണ്ട് വേറെ ഏതെങ്കിലും ഉപയോഗങ്ങളിലേക്ക് ഉപയോഗിച്ചാൽ, അതായത് 30 ആംപിയർ എടുക്കേണ്ട അല്ലെങ്കിൽ 20 ആംപിയർ എടുക്കേണ്ട കേബിളിൽ 30 ആംപിയറിൻ്റെ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഇൻസുലേഷനിൽ മോയ്സ്ചർ കയറിയും, അതായത് ഒരു നനവൊക്കെ വന്ന ഒരവസ്ഥകൾ വന്നാലും ഈ പറഞ്ഞ ഷോർട്ടിങ് സംഭവിക്കാം. പിന്നെ അതുകൂടാതെ നമ്മുടെ ഫയർ, തീപിടുത്തം എന്തെങ്കിലും ഉണ്ടാകുമോ, അല്ലെങ്കിൽ നമ്മുടെ ഇടിമിന്നൽ വഴിയൊക്കെ പ്രശ്നങ്ങൾ വരാം. പിന്നെ കേബിൾ വർഷങ്ങളോളം ഇട്ട് കഴിഞ്ഞാലും കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ഇൻസുലേഷൻസൊക്കെ ഡാമേജ് ആകും. ഇപ്പോൾ പല കേബിളുകളുടെ ആൾക്കാർ 50 വർഷം 25 വർഷം അങ്ങനെയൊക്കെ കേബിളിൻ്റെ ഒരു ലൈഫ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻസുലേഷൻ പതുക്കെ ഗ്രാജുവലി അത് ഡീക്കേ ചെയ്ത് അത് അങ്ങനെ ഷോർട്ട് സർക്യൂട്ടുകൾ വരാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി പോസ്റ്റിൽ കൂടെയൊക്കെ വിടുന്ന ഓവർഹെഡ് ലൈനുകളിലും ഇതേ പ്രശ്നങ്ങൾ വരാം. ഏജിങ് കാരണമോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കറണ്ട് ഓവർലോഡിങ് കാരണമോ, ഇംപ്രോപ്പർ മെയിൻ്റെനൻസ് കാരണം. പിന്നെ നമ്മളെ എപ്പോഴും കാണാറില്ലല്ലോ കാക്കകളും വവ്വാലുകളൊക്കെ ചത്തു വീഴുന്നത്. അപ്പോൾ ഇവർ പരസ്പരം രണ്ട് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഫേസുകൾ ഷോർട്ടാക്കി അവർ ആ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ മരങ്ങളുടെ ബ്രാഞ്ചസ് ചില്ലുകൾ വന്ന് വീണിട്ടും ഇത് സംഭവിക്കാറുണ്ട്. ഇനി മെഷീനുകളിലാണെങ്കിലും ഷോർട്ട് സർക്യൂട്ടുകൾ സംഭവിക്കുക. അതിലും ഏജിങ്ങും ഓവർലോഡിങ്ങും കൂടാതെ മെയിൻ്റനൻസിൻ്റെ അഭാവം മൂലവും, പിന്നെ ഓവർ സ്പീഡ് എന്തെങ്കിലും ലോഡൊക്കെ കൂടുമ്പോൾ സഡൻ സ്പീഡ് വരും. അതുകൂടാതെ ബിയറിങ്ങിൻ്റെ ഫെയിലിയറും, പിന്നെ മോയ്സ്ചറും, പിന്നെ കാലപ്പഴക്കം കൊണ്ട് ഇൻസുലേഷൻ്റെ പഴക്കം വരുന്നതും എല്ലാം ഇതിൻ്റെ അകത്ത് ബാധകമാണ്. അതും ട്രാൻസ്ഫോമറുകളിൽ ഇത് സംഭവിക്കാറുണ്ട്. അതിലും ഏജിങ്ങും ഓവർലോഡും മെയിൻ്റനൻസിൻ്റെ ഇഷ്യൂസും എല്ലാം സെയിമാണ്. അതുകൂടാതെ ഇടിമിന്നലുകളും ഇതിന് ബാധകമാണ്. ഇങ്ങനെ ട്രാൻസ്ഫോമറൊക്കെ പുറത്തൊക്കെ വയ്ക്കുന്ന ട്രാൻസ്ഫോമർ എസ്പെഷ്യലി ലൈറ്റിംഗ് അറസ്റ്ററൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഹൈ ഫാൾട്ടുകൾ, ഹൈ റേഞ്ചിലുള്ള ചിലപ്പോൾ മിന്നൽ ചിലപ്പോൾ അതിനെ താങ്ങാൻ പറ്റാതെ ഫാൾട്ടുകൾ സംഭവിക്കാം. പിന്നെ അതുകൂടാതെ ചില ട്രാൻസ്ഫോമറിൽ നമ്മൾ ടാപ്പ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അതായത് വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഓൺ ലോഡ് ടാപ്പ് ചേഞ്ച് ടൈപ്പ് ട്രാൻസ്ഫോമർ പോലത്തെ ഇതിലൊക്കെ അങ്ങനെ നമ്മുടെ സ്വിച്ചിങ് സർജസ് അല്ലെങ്കിൽ സ്വിച്ചിങ് ആക്ഷൻസ് ചെയ്യുമ്പോൾ കറണ്ട് കൂടി വന്ന് അത് ഫാൾട്ടായിട്ട് ഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആകത്തുക ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഫാൾട്ട് കറണ്ട് എപ്പോഴും സോഴ്സ്, അതായത് ട്രാൻസ്ഫോമർ പോലത്തെ സോഴ്സുകളുടെ അടുത്ത് വളരെ കൂടുതലായിരിക്കും അതിൻ്റെ ഷോർട്ട് കറണ്ടിൻ്റെ വാല്യൂ. അതുകൂടാതെ സോഴ്സിൽ നിന്ന് ദൂരെ പോകും തോറും അതിൻ്റെ ലോഡിൻ്റെ ഭാഗങ്ങളിലാണ്
ഇതിൻ്റെ സപ്ലൈ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ ഫോൾട്ട് കറണ്ടിൻ്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഫോൾട്ട് കറണ്ടിൻ്റെ കാൽക്കുലേഷൻ അതിൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. നമ്മളതിൽ സിംഗിൾ ലൈൻ ഡയഗ്രാം വെച്ചൊക്കെ അതിനെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്നൊരു ഏകദേശം ഐഡിയ കിട്ടാനും പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോൾട്ടിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുകൂടാതെ ഫോൾട്ടുകൾ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്, അതും കൂടി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ സീരീസ് ഫോൾട്ട്, പാരലൽ ഷണ്ട് ഫോൾട്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് സീരീസ് ഫോൾട്ട് ആദ്യം ഒന്ന് കാണാം. ഇതാണ് ഒരു കണ്ടക്ടർ, അല്ലെങ്കിൽ 3 കണ്ടക്ടേഴ്സ് പോകുന്നതാണ്. റെഡ്, യെല്ലോ, ബ്ലൂ കണ്ടക്ടർ കാണാം. അതിൽ ഒരു കണ്ടക്ടറിന് റെഡിൻ്റെ അവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഫോൾട്ടുകളാണ് സീരീസ് ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു കണ്ടക്ടർ ഓപ്പൺ ആയിട്ടുള്ളൊരവസ്ഥയാണ് അതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഈ തിയറി അത് തന്നെയാണ് പറയുന്നത്. ഓപ്പൺ സർക്യൂട്ട് ഫാൾട്ട് വരുന്നത് ഒന്നോ അതിലധികമോ ഉള്ള കണ്ടക്ടറുകളുടെ ഫെയിലിയർ കാരണമാണ് വരുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനെ സീരീസ് ഫോൾട്ട് എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ ഒരു കണ്ടക്ടർ ഓപ്പണായ 1 കണ്ടക്ടർ ഓപ്പൺ, അതേപോലെ 2 കണ്ടക്ടർ ഓപ്പണായ 2 കണ്ടക്ടർ ഓപ്പൺ ഫോൾട്ട് പറയാം. അപ്പോൾ ഈ സിംഗിൾ കണ്ടക്ടർ അല്ലെങ്കിൽ 2 കണ്ടക്ടർ ഫോൾട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈയുടെ ഇംബാലൻസ് സംഭവിക്കുകയും അതിൻ്റെ അകത്ത് ഓവർലോഡ് പോലത്തെ ഇഷ്യൂസും, കൂടുതൽ കറണ്ട് ഒരു ഫേസിൽ നിന്നോ 2 ഫേസിൽ നിന്നോ കൂടുതൽ കറണ്ട് വലിച്ചിട്ട് അങ്ങനെ എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ ആ സിസ്റ്റം ഡാമേജ് ആവാനുള്ള സാധ്യതകൾ, അവിടെ ഫോൾട്ട് കറണ്ട് കൂടാനുള്ള സാധ്യത കൂടുതലാവുന്നു. അപ്പോൾ അടുത്ത ടൈപ്പ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഷണ്ട് ഫോൾട്ടാണ്. അപ്പോൾ ഷണ്ട് ഫോൾട്ട് എന്താണെന്ന് അത് എൻ്റെ ഒരു ഡ്രോയിങ് നമുക്ക് കാണാം ആദ്യം തന്നെ. കണ്ടോ, ഇപ്പോൾ ഇതേപോലെ എർത്തുമായിട്ടൊക്കെ ഫാൾട്ടൊക്കെ വരുന്നതായിട്ടാണ് ഷണ്ട് ഫാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വിശദമായിട്ട് പറയാം. ഷണ്ട് ഫാൾട്ടിൽ ഡിഫറെൻറ്റ് ഫേസുകൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് വരുന്നതാണ്. പവർ ലൈനിലോ ട്രാൻസ്ഫോമറിലോ അല്ലെങ്കിൽ സർക്യൂട്ടിലോ ഇങ്ങനെ പരസ്പരം കോണ്ടാക്റ്റ് വരുന്നതിലൂടെ ഭയങ്കര ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നതാണ് ഷണ്ട് ഫാൾട്ട് എന്ന് പറഞ്ഞത്. അതിൽ 2 ടൈപ്പ് ഉണ്ട്, സിമെട്രിക്കൽ അൺസിമെട്രിക്കൽ. സിമെട്രിക്കൽ തന്നെ 3 ഫേസ് ഫാൾട്ട് ഉണ്ട്, 3 ഫേസ് ടു ഗ്രൗണ്ട് ഫാൾട്ട് ഉണ്ട്. അപ്പോൾ 3 ഫേസ് ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും റെയറായിട്ട് സംഭവിക്കുന്ന ഫാൾട്ടാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ളൊരു ഫാൾട്ടാണ്. അപ്പോൾ ഇതിൽ ലൈനും എൽ എന്ന് പറയും നമ്മൾ, ലൈനും തമ്മിലുള്ള കണക്ഷനാണ് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത്. 3 കൂടി പരസ്പരം ഷോർട്ടാവുകയും പരസ്പരം മുട്ടുകയും ഏറ്റവും ലാർജ് കറണ്ട് അതിൽ കൂടി ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കറണ്ടിൻ്റെ വാല്യൂ ഇതാണ് ഏറ്റവും വേഴ്സ്റ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു കറണ്ടിൻ്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ സർക്യൂട്ട് ബ്രേക്കർ അതനുസരിച്ച് സെലക്ട് ചെയ്യാം. അതിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെ ഞാൻ സ്വിച്ച് ഗിയേഴ്സിൻ്റെ പ്ലേലിസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് കിലോ ആംപിയർ റേറ്റിംഗ് കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് വെച്ചുള്ള സാധനം എടുത്താൽ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട, അത് ട്രിപ്പാവും ചെയ്യും, കുഴപ്പമില്ലാണ്ട് നിൽക്കുകയും ചെയ്യും. കാരണം ഇതാണ് ഇതിൽ ഏറ്റവും സംഭവിക്കാൻ സാധ്യതയുള്ള ഫോൾട്ട്. പിന്നെ അതുകൂടാതെ 3 ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ നമ്മൾ LLLG എന്നാണ് അതിന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഫോൾട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫേസും ഗ്രൗണ്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്ന ഒരു അവസ്ഥയാണ്. അത് മാക്സിമം ഒരു 2-3% ഇങ്ങനത്തെയൊക്കെ അവസ്ഥ വരാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ വരാൻ സാധ്യതയുള്ള കുറേ ഫോൾട്ടുകളാണ് അൺസിമെട്രിക്കൽ ഫോൾട്ട് എന്ന് പറയുമ്പോൾ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ലൈൻ ടു ലൈൻ ഗ്രൗണ്ട് ഫോൾട്ട്, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. ഇതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ 70-80% വരാൻ സാധ്യതയുള്ളത്. ഞാൻ ആദ്യം കാണിച്ചത് നമ്മുടെ ഒരു ലൈൻ, ഇപ്പോൾ റെഡ് ലൈനും നമ്മുടെ ഗ്രൗണ്ട് തമ്മിലൊരു കണക്ഷൻ വരുവാണ്. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് കണ്ടക്ടർ വീഴുമോ അല്ലെങ്കിൽ ന്യൂട്രൽ കണ്ടക്ടറായിട്ട് കോണ്ടാക്റ്റ് വരുമോ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ലൈൻ ടു ലൈൻ ഫോൾട്ട് വരാറുണ്ട്. ലൈൻ ടു ലൈൻ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഇതേപോലെ റെഡും യെല്ലോവും തമ്മിലുള്ള ബ്ലൂവും യെല്ലോവും തമ്മിലൊരു കണക്ഷൻ എങ്ങനെയോ വന്നു എന്നുള്ളത്. ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് വരച്ചേക്കാണെങ്കിൽ ശരിക്കും എന്തെങ്കിലും കാരണത്താൽ കണക്ഷൻ വരുന്നു. അതായത് മെയിൻലി ചിലപ്പോൾ ഹൈ വിൻഡൊക്കെ വന്നിട്ട് നമ്മുടെ കാറ്റൊക്കെ അടിച്ചിട്ട് 2 ലൈന് സ്വിങ് ചെയ്ത് അങ്ങനെ ടച്ച് ചെയ്തിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു 15-20% ഈ ടൈപ്പ് ഫോൾട്ടുകൾ വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നെ ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതിൽ 2 ലൈനും കോണ്ടാക്റ്റ് വരികയും ചെയ്യുന്നു, ഇത് ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്യുന്നു, അങ്ങനെയുള്ളൊരവസ്ഥ.
അപ്പോൾ ഇതൊരു 10% ചാൻസ് ഒക്കെ ഉണ്ട് ഈ ടൈപ്പ് ഫാൾട്ടും വരാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ സമ്മറിയാണ്. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് LG എന്ന് പറഞ്ഞ് എഴുതുന്നു. അതിൻ്റെ ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. കാണാം റെഡിൽ നിന്ന് ഒരു ഗ്രൗണ്ടിലേക്ക് കൊടുത്തിരിക്കുന്നു. ലൈൻ ടു ലൈൻ ഫോൾട്ട് 2 ലൈൻ ഷോർട്ടായിട്ട് നിൽക്കുന്ന കാണാം. 2 ഫേസും ഗ്രൗണ്ടും തമ്മിലുള്ള ഫോൾട്ട് LLG എന്ന് പറഞ്ഞ് വിളിക്കുന്ന അതും കാണാം അവിടെ. അതുകൂടാതെ ഫേസ് ടു ഫേസ് ഒരു ഫോൾട്ട് സംഭവിക്കുന്നു. 3rd ഫേസ് ഗ്രൗണ്ടായിട്ട് ടച്ച് ആകുന്നു. അങ്ങനെ ഒരു അവസ്ഥയും വേണമെങ്കിൽ വരാം. പിന്നെ 3 ഫേസും ഗ്രൗണ്ടും തമ്മിൽ അത് ഏറ്റവും റെയറസ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ 3 ഫേസും ഷോർട്ടാകുന്നത് ഏറ്റവും റെയർ ചാൻസുകളാണ്. അപ്പോൾ ഏതൊക്കെ കോമ്പണൻസിനാണ് കൂടുതൽ ഫാൾട്ടിൻ്റെ സാധ്യത എന്നുള്ള അതിൻ്റെ ഒരു ശതമാനക്കണക്കാണ് വരുന്നത്. ഒരു 50% നമ്മുടെ ഓവർഹെഡ് ലൈനുകളിലാണ് ഫാൾട്ട് വരാൻ സാധ്യതയുള്ളത്. 10% കേബിൾസും ട്രാൻസ്ഫോമറും വരാറുണ്ട്. സ്വിച്ച് ഗിയേഴ്സിൽ 15% എന്തെങ്കിലും ഫോൾട്ടിൻ്റെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. കൺട്രോൾ വയറിംഗ് ഒക്കെ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു 3%, CT/BT അങ്ങനെയുള്ള 2%, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സും. പിന്നെ വേറെ മറ്റു പല കാരണങ്ങളാൽ ഷോർട്ട് വരാൻ ഒരു 10% ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫാൾട്ടുകളുടെയൊക്കെ ഒരു ശതമാനം ഓരോന്നിനും വരാനുള്ള സാധ്യതകൾ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും സിവിയർ ആയിട്ടുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 3 ലൈനും ഷോർട്ടാകും, അല്ലെങ്കിൽ 3 ലൈനും ഷോർട്ടായിട്ട് അത് ഗ്രൗണ്ടുമായിട്ട് ടച്ച് ആകും എന്നുള്ളതാണ്. അതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. 5% സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ലൈൻ ടു ലൈൻ പ്ലസ് ഗ്രൗണ്ടും വന്നതും സിവിയർ തന്നെയാണ്. ഏറ്റവും സിവിയറിറ്റി കുറഞ്ഞത് സിംഗിൾ ലൈനും ഗ്രൗണ്ടും തമ്മിലുള്ള ഫോൾട്ടാണ്. അപ്പോൾ അതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത വരാറില്ല. 70% അത് വരാനുള്ള സാധ്യതകളുണ്ട്, ഏതെങ്കിലും കാരണത്താൽ ലൈനും ഗ്രൗണ്ടും ഫോൾട്ടാകുന്നത്. പിന്നെ ഫേസ് ടു ഫേസും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അതൊരു 15% ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറവും ഏറ്റവും ഭയാനകമായത് 3 ലൈനും ഗ്രൗണ്ടും ലൈൻ ടു ലൈൻ അല്ലെങ്കിൽ ലൈനുകൾ തമ്മിൽ പരസ്പരം ഷോർട്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫാൾട്ടിൻ്റെ ഒരു കാര്യങ്ങൾ.